ഞാൻ ഒരു സ്ഥലത്ത് പെട്ടിരിക്കുവാ മള്ളി. കൂടാരുണ്ട് LX2 അയ്യേ പെണ്ണാന്ന് വിചാരിച്ചല്ലേ. ഹലോ ബോക്സർ വെട്രിക്കഴകം വിവിക്ക് മള്ളി ഞാൻ വിദ്യാർത്ഥി എന്താണ് വിശേഷം? സുഖമല്ലേ? ഇത് മാറ്റി ഒരാൾ വിളിക്കുന്നത് ജോക്കി. ഒരു മിനിറ്റ് എനിക്ക് കോൾ നടക്കണേ. എക്സ്ക്യൂസ് മീ. ഹലോ ഹലോ ബാബു മള്ളി എവിടെ നിക്കുന്നത്? മള്ളി എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ സാന്റി ജീലുണ്ട് അടുത്ത്. നീ എവിടെ നിക്കുന്നത്? കൂടാരുണ്ട്. ഞാൻ ഒരു സ്ഥലത്ത് പെട്ടിരിക്കുവാ മള്ളി. കൂടാരുണ്ട്? ജോക്കിയും ലെക്സും. LX2 അയ്യേ പെണ്ണാന്ന് വിചാരിച്ചല്ലേ. സത്യം മള്ളി. അല്ലല്ല ആണാ. അന്നും അറിഞ്ഞായിരുന്നോ നമ്മൾ അന്നത്തെ ബോഡി കേസ്? ഇല്ല അറിയിച്ചിട്ടില്ല. ആൾക്ക് വിഷമം ഇപ്പൊ അറിയിക്കണം മള്ളി. മള്ളി ഒരു കാര്യം ചെയ്യും, ഒരാൾ പിന്നെ സ്ഥലത്തോട്ട് വരാമോ? ഞാൻ ലൊക്കേഷൻ ഇട്ട് തരാം. അല്ല മള്ളി എവിടെയെങ്കിലും എനിക്കൊരു ലൊക്കേഷൻ ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പം അല്ലല്ല ലൊക്കേഷൻ അയച്ചോ, ഞാൻ അങ്ങോട്ട് വരാം. ആണോ? അല്ല ഞാൻ പറയാം മള്ളി, അതിന് ഒരു കാര്യമുണ്ട്. അതുകൊണ്ടാ മള്ളി ഒരു ലൊക്കേഷനിൽ നിന്നോ, ഞാൻ പറഞ്ഞോളൂ. എനിക്ക് നോ പ്രോബ്ലം. കുറച്ച് അടുത്ത ലൊക്കേഷൻ ആയിരുന്ന നല്ലതാ. വണ്ടി ഉണ്ടോ അടുത്ത്? പിന്നെ നല്ല സ്പീഡിൽ പോകുന്ന വണ്ടി ഉണ്ടല്ലോ. എടാ വരാം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? എടാ ഞാൻ ഇപ്പൊ വരാം. ഞാൻ ഒരു ചെറിയ പണിയില്ല, അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. ബാബു മള്ളി ലൊക്കേഷൻ ടൈപ്പ് അയച്ചുതരാം. ഓക്കെ മള്ളി എക്സ്പാമിന്റെ ഏരിയയിൽ എവിടെയെങ്കിലും ഒന്ന് വരാം. ഞാൻ അതിലെടുത്തോട്ട് വരാം. എസ്പംബി വാ. ബാബു ബാബുവാ പിന്നെ മൈക്കാട് ബാബുവാ. നമ്മളെ ബാബു തപ്പൂതിരി. ജോക്കിക്ക് എന്തോ ജോക്കിയുടെ എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സംസാരമൊക്കെ പണ്ടേ നിർത്തിയതാ. അതെന്താ ജോക്കി അങ്ങനെ? പണ്ടൊക്കെ ഓർമ്മയുണ്ടോ നമ്മള് രാത്രി മറ്റേ രാത്രി വരെ ശ്രദ്ധിക്കാതിരിക്കുന്ന? പിന്നെ അതൊക്കെ ഒരു കാലം ജോക്കി. വെളുപ്പിനെ വരെ ഇരുന്നിട്ട്. ബാബു മള്ളി ഇവിടെ ഓരോരുത്തരും ഫാൻസ് ആണെന്ന് തോന്നുന്നു മള്ളി. ഞാൻ വരുന്ന അങ്ങോട്ട്. ആണല്ലേ? എന്നെ വിളിച്ചേ. ബാബുവിന് നമ്പർ സേവ് ചെയ്യട്ടെ. ഹലോ ബോക്സർ വെട്രിക്കഴകം വിവിക്ക് സങ്കട വാർത്ത അറിയിക്കണ്ടോടാ. ഇറങ്ങിയപ്പോ തൊട്ട് ഫുള്ള് ഇവിടെ മൊത്തം ബിവിക്കയുടെ അണികളാണല്ലോ. എനിക്ക് ഞാനത് വരാൻ അവിടെ വന്നിട്ട് ഞാൻ റിവീൽ ചെയ്യാം ട്രൂത്ത്. നമ്മുടെ പമ്പിലുണ്ട് എല്ലാവരുടെ നമ്പർ സേവ് ചെയ്യട്ടെ. ബോബു 10 add to contact ബാബു ബംഗാളി. അവൻ അങ്ങനെ ഒരു അത് വിളിക്കുമ്പോൾ അവന് ഇഷ്ടമല്ല. ഇവനൊക്കെ എൻ്റെയൊക്കെ പേര് എന്തൊക്കെയായിരിക്കും സേവ് ചെയ്തേക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വേഷപ്പട്ടി. എടാ നിന്നെ ഈ റീത്തും കൊണ്ടാണ് ജനിച്ചത്? നീ ജനിച്ചു വീണപ്പോഴേ റീത്തിലാണ് വന്നത്? അല്ല വേഷപ്പട്ടി സേവ് ചെയ്ത അങ്ങനെ എന്താ സേവ് ചെയ്യാൻ പറ്റി? എഡിറ്റ് വേഷപ്പട്ടി. ജോക്കി കേക്കാവോ? ജോക്കിയെ ബാബുവിനൊന്ന് കാണണം, ഒന്ന് കണ്ട് സംസാരിക്കണം, ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് പറഞ്ഞു. ബാബു എന്തോന്ന് വരുന്നു കേട്ടോ. ആ സൗണ്ട് കേട്ടല്ലോ അറിയാതെ ബാബു ആണെന്ന്. അവോയ്ഡിങ് ആണല്ലോ. ഇതാര്? ഭാര്യ എന്റെ അവോയ്ഡ് ചെയ്യാൻ. ബാബുവിന്
ഏയ് ബോബേ ഡേയ് സാറേ നിന്നെ ഞാൻ ഈ ഡ്രസ് മാറിയിട്ടെ എല്ലാരും ബോബേ ബോബേ എന്ന് വിളിക്കുന്നേ. ഞാനേ ഇല്ല ഞാൻ I'm disappointed. എന്താ എന്താ പറ്റി? I'm disappointed. ബോബേ I'm ഇങ്ങോട്ടൊന്ന് വന്നേ, ബോബേ ഒരു മിനിറ്റ് You ഇങ്ങോട്ടൊന്ന് have വന്നേ. reached an അടിച്ചിരിക്കണം എന്ന് മെസ്സേജ് അണ്ണാ മറന്നു എന്നെ. ഞാൻ പടുത്ത് തല്ലുകൊള്ളി. ഹലോ എന്നാ എടാ ഒരു മിനിറ്റ് ഇവനെ ഒന്ന് വിളിച്ചോട്ടെ. ആ ബോബേട്ടെ ഫുഡ് ഉണ്ടല്ലേ ഹലോ എന്നെ മറന്നോണ്ടാ കേട്ടില്ല. എന്നെ മറന്നോണ്ടാ നിന്നെ മറക്കാൻ നീ എന്റെ ഭാര്യ ഡെയിലി ഡെയിലി നിന്നെ വിളിച്ച് നിന്നെ ഓർക്കുന്നുണ്ടോന്ന് അറിയിക്കാൻ. അടാ എവിടെ ഉണ്ട്? ഞാൻ സിറ്റിയിലുണ്ട്. ഓക്കെ ഓക്കെ ചില്ലാടുണ്ടോ? ചില്ലാടി ഇടുവാ. ശരിയാണല്ലേ അതെ തീർച്ചയാണ് അവിടെ പോയിട്ട് വാ. നമുക്കൊരു ആ, ബോബേ പറ. എവിടെ അതെ ഹലോ 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 അണ്ണ കേക്കാവോ? ഇയ്യല്ലോ. എടാ കോള് വെക്കണ കണ്ണാപ്പി. ഓ ഞാൻ വെക്കണോ? ശരി ആ പറടാ ബോബ് വെട്ടിക്കഴകം. അണ്ണാ മള്ളി ഫോണ് ബാബു മള്ളി ഇതെന്താ ഇങ്ങനെ? മള്ളി ഇങ്ങോട്ട് മരിച്ചു ഒരു ആരോടും പറയണ്ട. പുള്ളിക്ക് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞത് മള്ളി. കുറച്ചു നേരം അണ്ണൊക്കെ ഇരുന്ന് ശവത്തിനോട് സംസാരിക്കണ്ട്. എന്താ നിനക്ക് ബാബു? ജോക്കി കത്തിപ്പോയേ. മള്ളി കത്തിപ്പോയിട്ടോ, കറക്റ്റ് ടൈമിൽ കത്തിപ്പോയിട്ടാ. ഹലോ സാധനല്ലേ ഹലോ ഹലോ ആരാ? ആ അതെ. പോലീസ് സ്റ്റേഷന്റെ അവിടെ ഉണ്ടായിരുന്നു. എന്ത് ആരായിരുന്നത്? ഇത് തോമാച്ചൻ. തോമാച്ചനാ? ആ ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ വരണം. ആ കാര്യം എന്താ? ഞാനൊരു കേസിന്റെ ഭാഗമായി അന്വേഷിക്കാനാണ്. ഓ പി ഡി എന്നല്ലേ വിളിക്കുന്നേ? രാജാ പി ഡി ഓഫീസറുടെ പേരെന്ന് പറഞ്ഞേ? തോമാച്ചൻ. തോമാച്ചൻ. ഇല്ല പി ഡിയിലോട്ട് വരാൻ സൗകര്യമില്ല. വന്ന് അറസ്റ്റ് ചെയ്യാമെങ്കിൽ അറസ്റ്റ് ചെയ്യും. നമ്മൾ പണ്ടേ ലീഗല്ലടാ. പാർട്ടിക്ക് എന്തെങ്കിലും വെച്ചിട്ട് കേട്ടുമായിരിക്കും. ഹലോ വാസം ഒരു പ്രാങ്കല്ല വാസം. എന്താ കേട്ടില്ല? ഒരു പ്രാങ്കല്ല വാസം. നിന്റെ ഈ സൗണ്ടും വെച്ചിട്ട് നീ പീഡിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കൂടാ? പീഡിന്നൊരു കൊച്ചു പയ്യൻ പീഡിന്ന് വിളിച്ചിട്ട് പി ഡി ഓഫീസറാന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കണം? ഒരാളെ പ്രാങ്ക് ചെയ്യും. ഞാൻ കുറച്ചും കൂടി ഗൗരവത്തിൽ സംസാരിച്ചു. നീ കുറച്ചും കൂടെ ഗൗരവത്തിൽ സംസാരിച്ച പറഞ്ഞ ചിലപ്പോ വിഷമത്തിലേക്ക്. അന്നപ്പോ എവിടെ ഉണ്ട്? എടാ ഞാൻ ഒരു പരിപാടിയിൽ നിൽക്കുക. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അന്ന മറന്നു പോയില്ലേ? അപ്പൊ നിന്നെ മറന്നു പോകാൻ നിന്നെ എങ്ങനെ എനിക്ക് പരിചയമില്ലല്ലോ. ആ പരിചയമുണ്ട്, നമ്മൾക്ക് പരിചയപ്പെട്ടിരുന്നു. ഓ എടാ ഞാൻ ഒരു ഗ്യാങ്ങിന്റെ പരിപാടിക്കകത്താണ്. ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ആ ഓക്കെ ഓക്കെ. കീർത്തി അലച്ചനെ എന്താണ് വിശേഷം? സുഖമല്ലേ? ആള് സുഖമായിട്ടിരിക്കുന്നു. സംസാരിക്കല്ലോ മള്ളി. ഫ്ലോട്ട് പോലെ അനങ്ങായിരിക്കുള്ളൂ മരിച്ച്. എടാ പുള്ളി സംസാരിക്കാൻ കേൾക്കുന്നില്ല അവർക്ക്? ഇല്ല ബോബ 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 കഴിച്ചോന്നല്ലേ ചോദിച്ചത്? കുടിച്ചോന്നാ? അത് രണ്ടുകൂടെ ഇപ്പൊ വരും. ജോക്കിപ്പോ വരും. ഓക്കെ ഓക്കെ. എടാ ബോബ എന്തായാലും നിന്റെ വീട്ടിൽ പാർട്ടിക്ക് നല്ലൊരു അനുഗ്രഹം വാങ്ങിച്ചു പിള്ളേരിന്ന്. ഇല്ല ഞാനേ നിങ്ങൾ രണ്ടുപേരും കേൾക്കാൻ ഞാൻ
ഞാനാണാ നമ്മള് രണ്ടല്ല നമ്മള് 3 പേര് കേൾക്കുന്നുണ്ട് ഇത്. 3 പേരൊക്കെ പറയാനുള്ളത് പറഞ്ഞാൽ മതി. ഞാൻ ബോഡി ഡ്രസ് പറഞ്ഞ്. അപ്പൊ നമ്മള് കാരണം എന്താ ഇവ അറിഞ്ഞ് ഇത് ഓൾറെഡി പൊടിയാണെന്ന് ഇവന് എവിടുന്നോ ക്ലൂ എടാ നമ്മുടെ 3 പേരുടെ മുമ്പ് വെച്ച് പറയാക്കി പറഞ്ഞാ മതി നീ ഇത്. നമ്മൾ 3 പേര് സാക്ഷ്യത്തിൽ ഞാൻ വെട്ടി ഞാൻ നമ്മുടെ BVK ഇപ്രാവശ്യം മത്സരിപ്പിക്കുന്നില്ല. അതെന്താടാ? തൂർ തോക്കുന്നൊരു ഇൻഫർമേഷൻ കിട്ടി. എങ്ങനെ തോന്നിയടാ ഇത്തവണ നിനക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഞാൻ പിറ്റലിയെ കൊണ്ടുവന്നിട്ടുണ്ട്. പേരെന്ത് വേണം? സത്യം മുതുക്ക് പമ്പ് കഴിയുമ്പോ ഇപ്പൊ അടക്കാനുള്ള പരിപാടികൾ ചെയ്യണം. താണ്ട് ശൗലൊക്കെ ഇരിപ്പുണ്ട്. ഇല്ല ഇടയ്ക്ക് കാറ്റിടിക്കുന്നുണ്ട് തലാരം വന്നിട്ടുണ്ട് പെട്ടമള്ളി. അതുകൊണ്ട് ചെറിയ റിയലിസ്റ്റിക് ഫീൽ ഉണ്ട്. എടാ നീ തോക്കൂന്ന് പറഞ്ഞാണോ പിന്മാറിയത്? അല്ലാണ് അത് ചെറിയ ചെറിയ ഹേറ്റ് ആയി JDP അന്ന് വെളിയിൽ പോകാൻ വിളിച്ച് എല്ലാരും വരുന്ന ഏത് മായാടാ ഈ നോക്കിയാണോ ഒന്ന് നമ്മളെ പിത്തർജി വന്നതറിയാവോ? ആ ഇത് ഇതാ ജോക്കി ഡ്രസ് മാറി. മുൻപ് വയ്ക്കണം. ആ നേരത്തെ ഡ്രസ് ഓൾറെഡി മാറി ജോക്കി. ഇപ്പൊ ഇതാണ് ജോക്കിയുടെ ഡ്രസ്. പാർട്ടി പ്രവർത്തനല്ലേ? ഇങ്ങനെയല്ലേ പാർട്ടിക്കാരല്ലേ പിത്തർജി? അണ്ണു കേൾക്കുന്നില്ലേ പിത്തർജി പറയുന്നത്? കേട്ടൂടെ? ഹലോ ഹലോ അണ്ണു പുള്ളിക്ക് നമ്മള് പറയണതേ കേൾക്കണില്ല. ജോക്കി വിളിക്കണേട്ടില്ലേ പുള്ളി ഇത്ര നേരമായിട്ട്? ഇവൻ വിളിക്കുന്ന എനിക്ക് കേൾക്കുന്നില്ല. ഇത് ഇറങ്ങിക്കേറി അപ്പൊ അതെ എടാ ഇത് നമ്മള് വീണ്ടും ഹോപ്പ് കൊടുക്കൂല്ലേ ആൾക്കാർക്ക്? എടാ ഞങ്ങളെ എസ്പമ്പ് ഗാംഗ്രാഡി കയറാൻ പറ്റില്ലേ? എന്താ കേട്ടില്ല? വാ എസ്പമ്പിലോട്ട്. ഓ നമുക്ക് വരാൻ പറ്റിയൊരു സാഹചര്യം കിട്ടിയില്ല. അതാണ് പറ്റിയത്. പക്ഷെ വന്നപ്പം എടാ 83 കണക്ട് ചെയ്യോടാ. ബാലിനൊന്നും കേറാൻ പറ്റില്ല. 83 കണക്ട് ചെയ്യോ? ഞാൻ കുറച്ച് ബിസി തിരക്കിലായി പോയി. അതുകൊണ്ടാണ് ബാലിന്റെ സ്ലോട്ട് ഇടാൻ പറ്റാഞ്ഞത്. എന്ത് ചെയ്യാൻ കൊണ്ടടക്കാന്ന അത് വെച്ചിരിക്കാനാ വണ്ടിയില്. ഇത് ഞാൻ പറയണേ ഇന്ന് വൈകിട്ടോട് കൂടി അഴിവ് വേണ്ടത്. ജോക്കി ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ നിൽക്കി പോവല്ലേ സ്മെല്ലടിക്കും. ജോക്കി ഇനി ഒരു ദിവസം കൂടെ അത് വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ 10 ദിവസമായിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അതിലിരിക്കുകയായിരുന്നു ഈ ബാഡി. ആ കഥ ഒന്ന് പറഞ്ഞു കൊടുത്തേ ബാബു. ഇതിപ്പോ പുള്ളി മരിച്ചിട്ട് ഏകദേശം 3 വർഷം ആവാറായി. 3 വർഷത്തിന് മുന്നേ തായ്ലൻഡ് കൊണ്ടുപോയായിരുന്നു. തായ്ലൻഡ് പോയി അവിടെ വെച്ചിട്ട് മറ്റേ കഴുത്തിൽ ചെറിയ കൊച്ചു കരുത്ത പോയില്ലേ, അത് ചിലർ ചാടിപ്പോയി. എന്നിട്ട് അതിന് പകരം താഴെ കിടന്ന ഒരു കറുത്ത കരിമ്പുലിയില്ലേ, കരിമ്പുലിനെ എടുത്ത് തിരിച്ച് കഴുത്തി വെച്ച് സ്പോട്ടിൽ ഡെത്ത്. അങ്ങനെയാണ് മരിച്ചത് ആള്. അങ്ങനെ മരിച്ചു. പക്ഷേ ശ്രദ്ധിക്കണം. നമ്മള് വിചാരിച്ചു ജോക്കിയെ നമ്മൾ അറിഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് വിചാരിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അന്ന് TV കുറച്ച് പേര് പോയില്ലേ, വേറെ എതിർത്തോട്ട് പോയില്ലേ. ആ പോയ സമയത്ത് പുള്ളി പോയെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ പുള്ളി ഈ സെയിം സമയത്ത് പുലി പിടിച്ച കാര്യം നമ്മൾ അറിഞ്ഞില്ല. അഭിപ്രായം പറഞ്ഞു ഓരോന്നിട്ട് തലേ കയറ്റി വെക്കുന്നത്. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യം ആള് തീർന്നില്ലേ? അല്ല മരിച്ചതല്ലേ ടെസ്റ്റ്, ആള് മരിച്ചിട്ട് പിന്നെ ആൾക്കാരൊക്കെ വിളിക്കട്ടെ, എല്ലാരും വിളിച്ചറിയിക്കണം. പൊതുദർശനത്തിന് വെച്ചാലും പൊതുദർശനം വെക്കണം. പിന്നെ ജോക്കി ഇത് വെക്കാതെ പൊതുദർശനത്തിനെത്തിക്കാം. മുതലിനെ കണ്ടോ? ഇത് ശവമാണോ അതോ ശവത്തിനെങ്കിലും വേണമെന്ന് വിളിക്കാതെ പിന്നെ എങ്ങനെ തല വീണ അങ്ങോട്ട്? എന്തൊരു സാധനമൊക്കെയാണ് അത്.
മണി വണ്ടി ഏസി മാർക്കല്ലേ തണുപ്പ് കുറഞ്ഞ അപ്പൊ അഴുവും ബാബു ഇത് കൊണ്ട് വന്നേ. ഒരു അവിഞ്ഞ സ്മെല്ലുണ്ട്. എന്തിനാ ഇവര്? ഹലോ മള്ളി ഹലോ കേക്കോ എടാ ഞാനൊരു കാര്യം പറയട്ടെ, ഒരു ശവം കൊണ്ടുവരുമ്പോഴെങ്കിലും ഒരു ഒരു ക്ലോസ്ഡ് വണ്ടിക്കകത്ത് കൊണ്ടുപോകുന്നുടാ. മള്ളി എക്സ്പെൻസ് കൂടുതൽ മള്ളി. എത്ര വണ്ടി ഉണ്ടായിരുന്നു നമ്മുടെ AC ഉള്ള ഒരു വണ്ടി, ഇത് ഇപ്പൊ ഇങ്ങനെ ഒരു ഹൈവേ പോലെയാണ്. മള്ളി ഇത്രയും ദിവസം തന്നെ ഇത്രയും ദിവസമല്ലേ ആ മോർച്ചറിക്കകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഓൾറെഡി വെച്ച ഒരു ഡെഡ് ബോഡി അടിയിലാണ് ഇത് ഞാൻ വെച്ചിരുന്നത്. ഇപ്പൊ എടുത്തോണ്ട് ഓടി വന്ന പാടെ എനിക്ക് ആരും കാണാതെ. നീ 2 ദിവസം ഏതോ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ചേക്കുവായിരുന്നു പറഞ്ഞിരിക്കേ. എടാ നാളെ ഞാൻ ചത്താലും എക്സ്പെൻസ് കുറയ്ക്കാൻ നീ ഇതൊക്കെ തന്നെ ചെയ്യുള്ളല്ലേ. മൊള്ളിക്ക് ഇങ്ങനെയൊന്നും അല്ല, മൊള്ളിയുടെ മരണം മൊള്ളിയൊന്നും കാണണം. മൊള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുമല്ലോ. അയ്യോ എനിക്ക് കാണണ്ട, അല്ലല്ല എനിക്ക് കാണണം അതിനെപ്പറ്റി സംസാരിക്കുക വേണ്ട. എങ്ങാനും നിന്റെ കഴിവ് കളിക്കാൻ ഞാനിത് ചാവാം. പണ്ട് ഞാൻ കഴിവ് തെളിയിച്ചില്ലേ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് നമുക്ക് എവിടെ കൊണ്ട് വെക്കണം? ഗാംഗോസിൽ കൊണ്ട് വെച്ചാൽ മതിയോ? നമുക്ക് KVN എല്ലാവരും വിളിക്കണ്ടേ? ഒന്ന് അവസാനമായിട്ട് കാണണ്ടേ എല്ലാവർക്കും? എല്ലാരും ഒന്ന് കാണിക്കണം മള്ളി. ഞാൻ പറയുന്നത് സിറ്റിയിൽ ഈ വണ്ടിയോട് വണ്ടി എടുക്കണം. നമുക്ക് ഈ വണ്ടിയോട് കൂടി ഒന്ന് സിറ്റി കൊണ്ട് കറങ്ങിട്ട് വന്നാൽ എന്നിട്ട് സാധാരണ മള്ളി ഗാംഗോസിലോട്ട് വന്നല്ലേ ബോഡി കാണുന്നേ. നമുക്ക് വെറൈറ്റിയുടെ ബോഡി റേഡിയോ 69 അല്ലേ? 83 റേഡിയോ വല്ലതും കേക്കുന്നുണ്ടോ? കേക്കാടാ. ഹലോ ഹലോ ഹലോ. വീണ്ടും ഇപ്പൊ ചെറുതായിട്ട് വീണ്ടും BL ആയോ? എനിക്ക് കേട്ടുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും കേട്ടില്ലേ? ഒരു ഘട്ടമില്ല. എനിക്ക് 100 MS 10 PL എനിക്ക് 100 MS BL ഒന്നും ഇല്ല, BL ഒന്നും ഇല്ല. BL ഒന്നുമില്ല, കേരള വശനെ കത്തി നിക്കണം. ഹലോ അതിന് ജിയോ ചാവണം. ഹലോ മള്ളി പറയടാ. ബോഡി ഓൾറെഡി മള്ളി വരാൻ ലേറ്റ് ആയി കത്തിച്ചായിരുന്നേ. പോടാ. ഇവിടെ വെച്ച് കണ്ടില്ലേ മള്ളി വന്ന വഴി കണ്ടില്ലേ? രണ്ട് ഈ ജോക്കി എന്താ ചെയ്യണേ? അറിയാറൊന്ന് കൈവെട്ടി മുട്ടിയല്ലടാ. ആ പൂണ്ടി വന്നല്ലോടാ പൂണ്ടി. പൂണ്ടിരാജ എത്തിയേട്ടാ. പൂണ്ടിരാജ വന്നോ? ഞാൻ സംസാരിക്കുന്ന എനിക്ക് എന്താ വരടി മാറിയിക്കണേ ബാബു? മറ്റൊന്നാണെങ്കിൽ കുറച്ചുപേരെ കാണുള്ളൂ, ഇത് ലക്ഷങ്ങൾ കാണും, അതുകൊണ്ട് മിണ്ടല്ലേ പ്ലീസ്. നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് പോവാല്ലേ? എനിക്കറിയാം നിനക്ക് 1 million ആവും. ഇവിടെ നിപ്പുണ്ട് തന്റെ മെയിൻ ആള്. ബാബു വന്നേ. ഇല്ല എടാ നമ്മടെ ആ കോംബോ ഒക്കെ കഴിഞ്ഞ ഒത്തിരി നാളായിട്ടെ. അത് അതായത് കണ്ട ആൾക്കാർ മടുത്ത്. പുതിയ ചമ്മലുകൾ വേണ്ടത്. അതെ പുതിയ ചമ്മലുകള്. കാരണം ഇപ്പൊ അവന്റെ മുഖമൊക്കെ മറ്റേ പുതിയ ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആയിരിക്കുക. അത് എക്സ്പ്രഷൻ ഒക്കെ നല്ല രീതിയിൽ കിട്ടും. മനസ്സിലായ? 3 റീൽസ് ഓൾറെഡി വെട്ടി വെച്ചിരിക്കുക. ഇവിടെ എന്റെ തലസമയത്ത് എല്ലാരും പറയണം മടുത്ത് കണ്ടു മടുത്തത്. അങ്ങനെ പറയാം മള്ളി, അങ്ങനെ പറയണം എല്ലാരും അങ്ങനെ തന്നെ മള്ളി. അപ്പൊ നമ്മൾ ഈ രീതി ഒന്ന് മാറ്റി പിടിക്കണം മള്ളി. അതെ പഴയ ഇതിൽ പോകാം, നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. ബോഡി എത്തി ബോഡി മരിച്ചു കിടപ്പുണ്ട്. എടാ എല്ലാരും റേഡിയോ കണക്ട് ചെയ്താൽ മതി. എല്ലാരും കണക്ട് ചെയ്യാൻ പറഞ്ഞടാ. കോച്ചിന്റെ പരിചയത്തിൽ പൂജാരിമാരെല്ലാം ഉണ്ടോ? ഈ ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്, മരണ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരു പൂജാരി വേണമായിരുന്നു. വിളിച്ചിട്ട് പറയാം. ബാബു ഒന്ന് വന്നേ. എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ആരും അനങ്ങണില്ല. വീണ്ടും BL ആയണം. PL ഉണ്ടോ? എനിക്ക് സൗണ്ട് കേട്ടോ മള്ളി. മാറ്റേ. എന്താ? ഹലോ പൂണ്ടി അഭിനയിക്കുക. PL അഭിനയിക്കുക. ഇല്ല അതെ എനിക്ക് പേലടിച്ച എനിക്ക് പേലടിച്ചാണ്. ബാലം വീട്ടിൽ കത്തിപ്പോയേട്ടാ.
ബാലല്ലായിരുന്നു പറഞ്ഞത് ജിയോ മരിക്കണമെന്ന് കത്ര നോക്കി. അല്ലല്ല ജിയോ ഞാനാണ് കത്രക്ക് ചാവണമെന്ന് പറഞ്ഞ. എടാ എല്ലാരും ഇങ്ങനെ എന്താ ഇങ്ങനെ പോണേ? ഇല്ല എനിക്ക് എല്ലാരും ചെക്ക് ചെയ്യാലോ. 11 ഇത് എന്താ ഗൈസ് ഇത്? ബൈ ബൈ. കളിക്കുന്ന ഞാനും പോകുമ്പോ കത്തണിന്ന് അമ്പാനി വിചാരിച്ചു. ബാബു പോയി. ഒന്നും ചെയ്യാനില്ല ഗൈസ്, എനിക്കൊന്നും ചെയ്യാനില്ല. ലിറ്ററലി ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാനാ? പ്രൈവറ്റ് സെർവറിൽ RP ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഇപ്പത്തെ അവസ്ഥയിൽ മാഗ്നറ്റിക് സ്വിച്ചടാ. ഞാൻ ഇടിക്കുവാ കൈ വെക്കുവാ തോന്നുന്നുണ്ടോ? എനിക്ക് എന്റെ കണ്ണാപ്പി കഴിച്ചായിരുന്നോടാ? ബാബു പോയി. വന്നല്ലോ. ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ സംസാരിച്ച് കോൾ പണി സംസാരിച്ച് 10 മിനിറ്റ്സിൽ വരുവോ? പൂജാരി പൂജാരി വരട്ടെ. സ്നൈപ്പ് കത്തിപ്പോയി. കൊഴിവെട്ടി മൂടിയ പോലെ. നീ എന്താ പറയണേ? എടാ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഈ ബാക്കി എല്ലാരും വിളിക്കണ്ടേ നമുക്ക്? അല്ല സമയം അധികം വൈകി കഴിഞ്ഞല്ലേ ചെയ്യൂന്ന് പറഞ്ഞു ബാബുചേട്ട്. അതാ നമുക്ക് വല്ല ഐസിലിട്ട് വെക്കാം. ഇതിന്റെ ഐസിൽ നിന്ന് എടുത്താ തന്നെ കയ്യില് വരെ കയ്യൊക്കെ വരി. ഇവിടുന്ന് എങ്ങനെ എടുക്കും നമ്മള്? അത് സത്യമല്ലേ? ഇതിനെ എങ്ങനെ എടുക്കും നമ്മള്? ഇതിന് ഇവിടുന്ന് എങ്ങനെ എടുക്ക്? ഒരു ആംബുലൻസ് വിളിക്കണേ പെട്ടെന്ന്. ഒരു ആംബുലൻസ് വിളിക്കാം. നമുക്കറിയാതെ ആംബുലൻസ് ഡ്രൈവർമാരല്ലോ. കൂടെ കിടന്നേടാ. ഞാൻ കിടന്നു നോക്കടാ. എന്ത് ഓമനത്തുള്ള ബോഡിയാണത്. ചെവിയിൽ ഒരു കിളുന്ന് പൂച്ച ഉണ്ടായിരുന്നില്ല. ആ പൂച്ച കടിച്ചാൽ കഴിച്ചു. അതിന്റെ ബോഡി കിട്ടിയില്ലടാ. അതിന്റെ ബോഡി കിട്ടിയില്ല. ഇങ്ങനെ ചത്തിട്ട് അമ്മക്കാണുള്ള തലവേദന. അതെന്താ? ഉള്ളപ്പോഴേ തലവേദന. അതാണ് എടാ കണ്ണാപ്പി, തങ്കപ്പെട്ട ഒരു മനുഷ്യൻ ഒരാൾ മരിച്ചെടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ വർത്താനം പറയണേ. അല്ല വാസു ഒരു കാര്യം പറ. നമുക്ക് ഓപ്ഷൻ എല്ലാം ജയിക്കണോ? ജയിക്കണം. വാ കിഡ്നി എടുക്കാം. വാ കിഡ്നിയാ പുഴുത്ത് പഞ്ഞി മാത്രമേ അകത്ത് 5-6 കമ്പും. എടാ കണ്ണാപ്പി ഞാൻ കാര്യം പറയട്ടെ. നീ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്താന്ന് ഞാൻ ചോദിക്കട്ടെ. ഒരു കാര്യം ചോദിക്കട്ടെ. സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഓക്കെ. നിന്റെ മനസ്സിൽ നീ മറ്റേ കല്യാണമൊക്കെ കഴിഞ്ഞ് പേരക്കുട്ടികളൊക്കെ ആയിട്ട് അവരുടെ മറ്റേ കല്യാണമൊക്കെ കണ്ട് പേരക്കുട്ടികളെയൊക്കെ കണ്ട് കുറച്ച് വയസ്സായി മരിക്കുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നിന്നെ നീ അധിക നാള് പോലും പോവില്ല. നിന്നെ ആരെല്ലാം തല്ലിക്കൊല്ല് കുഴിച്ചു മുടത്തേ ഉള്ളൂ. പുള്ളിയുടെ ഒക്കെ ബോഡി എങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കിട്ടി. നിന്റെ ഒന്നും ബോഡി പോലും കിട്ടൂല. മനസ്സിലായ? അവന്റെ ഒക്കെ പിന്നെ കിട്ടൂടാ. ഇതൊക്കെ ഇവന്റെ ബോഡി കിട്ടും അറ്റ്ലീസ്റ്റ്. പക്ഷെ അധിക നാള് പോവില്ല. ബോഡി എടുത്തോണ്ട് ചലിച്ചു നോക്കി. അന്ന് ശവത്തിൽ കൈ വെച്ചതാ. യോഗിക്ക് പണ്ടേ ഒരു വൈരാഗ്യം ഉണ്ട് പുള്ളിയോട്. അറിയാതെ കീബോർഡ് കണ്ടാലേ കൈയൊക്കെ ശവത്തിൽ കുത്തിയതാ. ഇപ്പൊ വരും. അതിന്റെ ബാക്കി നമുക്ക് സെറ്റ് ആക്കാം. വരട്ടെ. മൂക്കി പഞ്ഞിയുടെ പ്രത്യേകിച്ച് കാര്യം വേണ്ട. ചാറ്റിലെ മാസ്ക് കാണിക്കാൻ വരുന്ന കൊച്ചുപുണ്ടകളൊക്കെ മാസ്ക് കാണിച്ചിട്ടങ്ങ് തിരിച്ചു പോണേ. ഇവിടെ ഒരു പട്ടിയില്ല നിന്നെ ഒന്ന് മൈൻഡ് ചെയ്യാൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് മാസ്ക് കാണിച്ചിട്ടങ്ങ് തിരിച്ചു പൊക്കോണേ. 10 ദിവസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുമ്പോൾ അങ്ങനെ ഒരു സമാധാനത്തോടെ എനിക്കുണ്ട്. ഈ ഒരു മാസം വരായിരുന്നത് നന്നായി എന്നുള്ള ഏറ്റവും വലിയ ഡിസിഷൻ ഞാൻ എടുത്തതിൽ ഏറ്റവും നല്ല ഡിസിഷൻ എനിക്ക് അതായിരുന്നു. ഈ മാസം കുറച്ച് ഇനാക്റ്റീവ് ആയത്. പറയടാ. ചുണ്ടിലോട്ടുണ്ടോ നോക്കി? ഓമനത്തുള്ള ചുണ്ടിലോട്ട്. ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ. എടാ നമുക്കിത് എങ്ങനെയാലും ഒന്ന് ആംബുലൻസ് വിളിച്ചാ? ജീവിച്ചിരുന്നപ്പോ പിന്നെ അങ്ങനെ ഇതൊക്കെ നീ ചെയ്തു കൊടുക്കാൻ ഈ മരിച്ചിരുന്നാണ് അങ്ങോട്ട് പോക്കിട്ട് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. കിഡ്നി ഉണ്ടോ നോക്കിയതാ. ഡിപ്പാർട്ട്മെന്റിലെ അവാവശ്യമായിട്ടൊന്ന് സംസാരിക്കണം. ഡിപ്പാർട്ട്മെന്റ്. ഹലോ പറഞ്ഞോളൂ. സാർ ഞങ്ങളിവിടെ TV ഫാമിലി എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോ. നമ്മുടെ കൂട്ടത്തില് അത്യാവശ്യമായിട്ട് ഒരാൾ മരിച്ചു പോയായിരുന്നു. അപ്പൊ പുള്ളിയുടെ ബോഡി ഒന്ന് നമുക്ക് വീട് വരെ എത്തിക്കണം. എസ്പമ്പിലാണ് ഇപ്പൊ കറന്റ് ബോഡി ഉള്ളത്. അപ്പൊ ഒരു ആംബുലൻസ് ഒന്ന് വിട്ടു തരുമോ? എവിടെയാ? എസ്പമ്പ്.
ഹലോ റേഡിയോ കേക്കാവോ? കേക്കാം നമ്മളൊന്നും റെഡിയില്ലേ? റേഡിയോ ഒരു 1041 പോണേ എസ് പമ്പില് 1041. അത്ര പേര് വേണ്ട, ഒരാൾ മതി. കോഡാണ് അവരുടെ കോഡ്. റേഡിയോ കോഡ് പിടിച്ചു കയറ്റാൻ എസ് പമ്പിലോട്ട് 1041. ഹലോ ആംബുലൻസ് ആണ്, ആംബുലൻസ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കേട്ടോ, ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് കേസ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. 1041 പോണേ. നമ്മുടെ കൂടെ ഓക്കെ, ഇത്രയും കാലം ഉണ്ടായിരുന്ന ആളല്ലേ അണ്ണാ, നമുക്ക് ചുമ്മാ അങ്ങ് യാത്ര അയച്ചാൽ മതി അണ്ണാ. അതാ ഞാൻ പറഞ്ഞേ. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതിനുവേണ്ടി മരിക്കണ്ട. അല്ല, ഗ്യാങ് ഹൗസിൽ പൊതുദർശനത്തിന് വെക്കണം. എന്നിട്ട് റാലിയാ, ശവറാലി ആംബുലൻസ് ആണ് കേട്ടോ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് മറ്റേ ഡപ്പാങ്കൂത്തും ഡാൻസും എല്ലാം വെച്ച് മറ്റേ തമിഴ്നാട്ടിൽ ശവം അടക്കണത് പോലെ അടക്കിയാൽ പുള്ളിയുടെ ആഗ്രഹവും അത് തന്നെ. മുള്ളി സത്യം എന്താ ചോദിച്ചത്? അണ്ണു മരിക്കുമ്പോ അണ്ണുന്റെ ആഗ്രഹം എന്താണ്? തമിഴ്നാട് ബോഡി പോലെ കൊണ്ടുപോകാൻ എനിക്കിങ്ങനെ നാട്ടുകാർ മൊത്തം അറിഞ്ഞ് അതാണ് ആഘോഷിച്ചു കൊണ്ടുപോകണം. പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഘോഷിച്ചു കൊണ്ടുപോകണം. അപ്പൊ അതുപോലെ കണ്ടോ, കിളവന്മാർ എല്ലാരും ആഗ്രഹം ഇത് തന്നെ. മുള്ളി അപ്പൊ അണ്ണന്റെ എങ്ങനെയാണ് അവസ്ഥ? എനിക്കങ്ങനെ ഞാൻ മരിച്ചാലല്ല എനിക്ക് ആഗ്രഹമുള്ള, ഞാൻ ഇമ്മോർട്ടൽ അല്ലടാ. മുള്ളി ഇമ്മോർട്ടലാണ്. എടാ, എന്തെങ്കിലും പ്ലാൻ പറ, പെട്ടെന്ന് പറ, എന്താ ചെയ്യേണ്ടത് പറ. നമുക്ക് ഗ്യാങ് ഹൗസിൽ കൊണ്ട് വെക്കാം. കെവിയിലെ ആൾക്കാരൊക്കെ വിളിക്കണ്ടേ, കുറച്ചുപേരൊക്കെ വിളിക്കണ്ടേ, പൊതുദർശനത്തിന് വെക്കണം. സാധാരണ നിന്റെ നാട്ടിലൊക്കെ ആൾക്കാർ മരിക്കുമ്പോ ബോട്ട് കെട്ടി ഒഴുക്കി വിടുവോ? ഭയങ്കര കിടിലം ഐഡിയ ആയിട്ട് വന്നേക്കണ്. വെറൈറ്റി ഐഡിയ ഉണ്ട് മള്ളി. വല്ല പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കുടിച്ചിട്ടല്ലോ, ദൃശ്യം 4 ഉപകാരപ്പെട്ടല്ലോ. അത് നല്ല അസൽ ചീപ്പായിരുന്നു, ചീപ്പ് കോമഡി ആയിരുന്നു. അപ്പൊ എല്ലാരും മാച്ച് ആയി തമാശ. 2 ദിവസം പുള്ളി അച്ഛനെ കൊണ്ടൊരു പുഴ പോയായിരുന്നു, എന്തിനാന്ന് അറിയത്തില്ല. നിന്റെ അച്ഛനെ കൊണ്ട് പുള്ളി എന്തിനാ പോയേ? വെളിയിലത്തെ കാര്യം പറഞ്ഞാടാ. പോയി അവിടെ പോയി വണ്ടിയുടെ അടിയിൽ ഇരുന്ന് കേട്ടോ ഓൾറെഡി. ശവത്തിനെ ഇങ്ങനെ പറയണത് അല്ലേ? സംസാരിക്കും ഗോകു. അച്ഛനോട് പോയെന്തിനാ? അച്ഛൻ ഇല്ല, അവിടെ പോയി സംസാരിക്കില്ല. വേണ്ട ബാക്കി പറയാൻ വീട്ടിലൊരു മരണം നടന്ന എടാ ഞാൻ കാര്യം പറയാം. ബാബു വന്നേ. എടേ, എന്റെ അത്ര മനക്കെട്ടി ഇല്ലാത്തവരാണ് ഇവരൊക്കെ. നീ അവരൊക്കെ ഒരു മയത്തിലടാ. ഞാൻ നിർത്തി. ഞാൻ ആരും ഇല്ല, ഇനി ആരെ ഉപദ്രവിച്ചിട്ടുള്ള സന്തോഷവും ഒരു ജീവിതവും എനിക്ക് വേണ്ട മള്ളി. എനിക്ക് എന്റെ മള്ളി മാത്രം മതി. അവരെ ഉദ്ദേശിച്ചു ഏത് ഇന്റൻസിറ്റി ആണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമില്ല. എടാ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ച് ബോഡി ആയിട്ട് കിടക്കുമ്പോ ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ചു കളിച്ചിരുന്ന നാട്ടുകാരെന്ത് പറയും? അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനകത്ത് എങ്ങനെ കൊണ്ടുപോകും? അല്ലല്ല, വേറെ വണ്ടി വരുന്നെന്ന് തോന്നുന്നു. അത് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴൊരു കാര്യം ഊരി പോയത്, ഞാൻ വെച്ചോണ്ട് വന്നതാ. അതെടുത്ത് വെച്ചാൽ മതി, അകത്ത് മടക്കി ഇരിക്കാൻ പറ്റും. പാവം കിട്ടണം, പാവം. മുള്ളി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മുള്ളി, ഇതേ ഫ്ലൈറ്റ് എങ്ങനെയാ കൊണ്ടുവന്നേ? എങ്ങനെ കൊണ്ടുവന്നേ? ഒരു ബിഗ് ഷോപ്പിനകത്ത് പോലെ ഇടാം ഭാര്യ. ഇനി അത് നടക്കുള്ളൂ. മുള്ളി സുഖമായിട്ട് കയറി വണ്ടിക്കീര്. ആംബുലൻസ് വരുവാടാ. ഇത് കുറച്ച് പഴക്കമുള്ളതാണ്. സാർ, ഇത് ഡെത്ത് കൺഫേം ചെയ്യാനൊന്നും ഇല്ല സാർ. ഓൾറെഡി ഡെത്ത് കൺഫേംഡ് ആണ്. 3 വർഷം മുമ്പ് മരിച്ച ആളാണ്. നമ്മൾ ഇത്രയും നാള് ഇത് സ്പിരിറ്റിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. മമ്മിഫൈഡ് ഇപ്പോഴാണ് അഴിച്ച്. അല്ല, അത് ആളെ ജീവിച്ചിരുന്നാലേ എന്ത് പറയാനും പുഴുക്കാത്തൊരു ശരീരമായിരുന്നു. ഇതുപോലെ ആയിരിക്കും ഗോകു മരിക്കുമ്പോഴും. പറ്റു നോക്ക്.
എത്തിയായിരുന്നോ? ഇല്ല, ഞാൻ 10 വർഷം ഇനിയുണ്ട്. എന്ത് പറഞ്ഞാലും പുഴുക്കാത്ത നിന്റെ മരണം എങ്ങനെയായിരിക്കും അറിയാം. നീ എന്നെ ഇങ്ങനെ പുഴുക്കിയല്ലേ? ഒന്ന് മാറണേ. എങ്ങനെ കൊണ്ടുപോകുന്നു സാറേ? ഞാൻ ഇനി നിന്നെ ഒന്നും പറയില്ല. അയ്യോ പിതാജി കൊണ്ടുപോകല്ലേ. തോളി കയറി പിടിച്ചേ ശവത്തെ കൊണ്ടുപോലെ അയ്യോ പിതാജിയെ കൊണ്ടുപോകല്ലേ. ടിവിയുടെ മുഴുവൻ പ്രദേശങ്ങളും തോളിലെത്തി. തമിഴ്നാട് സൈഡ് തെറ്റിയാണോ? എടാ നമ്മളൊന്നും പ്ലാൻ ചെയ്യലടാ, ചുമ്മാ വന്നതാ, മനസ്സിലായോ? നമ്മ അതിനൊന്നുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വരുന്ന പോലെ വരട്ടെ. ഈ ആംബുലൻസിന് പിന്നാലെ തമിഴ് സ്റ്റൈലിൽ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്നാ. അങ്ങനെയായിരുന്നു അബദ്ധയുടെ ആഗ്രഹം. എടാ അല്ല, കോച്ച് എന്തിയെ? കോച്ച് കർമ്മം ചെയ്യാൻ വന്ന ഇതെന്തിയെ? എന്നത് കോച്ച് പുള്ളി ശവം കൊണ്ടുപോയി. ഹലോ, മറിച്ചെന്തോ വിറ്റങ്ങേര് കൊണ്ടുപോയി. സാറേ ഒരു 3 വർഷമായി കാണും. മനുഷ്യന്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുള്ള. ഒരു കോണി കൊണ്ടിട്ട് ഇത് കൊടുക്കുന്നുണ്ടേ. ഒന്ന് റെസ്പെക്ട് കൊടു സാറേ. ഒന്ന് മാറണേ. അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് കിട്ടും. പഴക്കമുള്ള ഒരു ബോഡി സിറ്റി വേറെ. வாசு கேங் ஹவுஸ்க்கு வர சொல்லிருக்கேன். கேங் ஹவுஸ்க்கு வர சொல்லிருக்கேன் வாசு. கேங் ஹவுஸ்ல ഡൊമിനിക് സാറേ ബ്ലാക്ക് പുസി കടിച്ച് മരിച്ചല്ലോ. ഒന്നും കേൾക്കുന്നില്ല. പോയ കൊറേ കട ഉണ്ടാക്കി വെച്ച് പോയല്ലോ. കട ഉണ്ടാക്കി വെച്ച് പുഴുത്ത് ചത്തുവല്ലോ.